കപ്പലുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ചെങ്കടലിൽ ഇപ്പോൾ അമേരിക്ക പൂർണ്ണമായ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. ലോകത്തെ വളരെ പ്രധാനപ്പെട്ട മാർക്സ് എന്നറിയപ്പെടുന്ന കാർഗോ കമ്പനിക്കാണ് ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം അമേരിക്ക നൽകിയിരിക്കുന്നത്. കപ്പലുകൾക്ക് പൂർണ്ണമായ രൂപത്തിലുള്ള പ്രൊട്ടക്ഷൻ നൽകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഔദ്യോഗികമായി അമേരിക്ക അറിയിച്ചിരിക്കുന്നു എന്ന് കപ്പൽ കമ്പനി തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും അതിശക്തമായ പോരാട്ടം ചെങ്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗസയിലും ഉക്രൈനിലുമൊക്കെ യുദ്ധം നടക്കുമ്പോൾ അവിടെയാണ് യുദ്ധം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചെങ്കടലിൽ അതിരൂക്ഷമായ പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അമേരിക്കയുടെ സൈറ്റുകൾ പരിശോധിക്കുമ്പോൾ ഡസൻ കണക്കിന് മിസൈൽ ആക്രമണം നടന്നതിന്റെ ലിസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രയേലിന് വരുന്ന സാമ്പത്തിക തകർച്ചകൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അമേരിക്ക ഓടി ചെങ്കടലിലെത്തിയത്. കപ്പലുകൾക്കെല്ലാം സുരക്ഷിതമായി പോകാൻ ഞങ്ങളുടെ സെക്യൂരിറ്റിയിലൂടെ സാധിക്കുമെന്നായിരുന്നു അമേരിക്ക അവകാശപ്പെട്ടത്. അതിനുവേണ്ടി സഖ്യങ്ങളെ ക്ഷണിച്ചെങ്കിലും കാര്യമായ സഖ്യങ്ങളൊന്നും ആ ഭാഗത്തേക്ക് അടുത്തിരുന്നില്ല. കാരണം ഹൂത്തികളുടെ മിസൈൽ അപകടമാണ് എന്ന് ഒരുവിധം രാഷ്ട്രങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. അമേരിക്കക്കും അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ ഇസ്രയേലിനെ സംരക്ഷിക്കുക എന്നത് അടിസ്ഥാന ബാധ്യതയായതുകൊണ്ട് അതൊരു ആത്മഹത്യാപരമായ നീക്കങ്ങൾക്ക് തന്നെയാണ് അമേരിക്കയും അവിടെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. എന്നാൽ കൂടുതൽ ഇനിയും പ്രകോപനം ഉണ്ടാക്കിയാൽ അത് അമേരിക്കയുടെ വലിയ കപ്പലുകൾക്ക് വരെ ബാധിക്കുമെന്ന് അമേരിക്ക മനസ്സിലാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെല്ലാം ഇപ്പോൾ അമേരിക്കയുടെ അടുത്ത സുരക്ഷിത സ്ഥാനത്താണ് എന്നത് അത്ഭുതകരമായ കാര്യം തന്നെയാണ്. വിമാനവാഹിനി കപ്പലുകളെല്ലാം ഇത്രയും ദൂരെ ഒരുമിച്ച് കൂടുന്നത് ഇത് ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൽ ആധിപത്യം നേടിയ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവങ്ങളായിരിക്കും. കാരണം ഈ കപ്പലുകൾ ടാർഗറ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയം അമേരിക്കക്കുണ്ട്. എന്നാൽ കപ്പലുകൾക്കെല്ലാം സുരക്ഷ നൽകാൻ പോയ അമേരിക്കയും ബ്രിട്ടനും സ്വന്തം കപ്പലുകളെ പോലും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായരാവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും അതുപോലെ ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. എത്രത്തോളം എന്നാൽ ബ്രിട്ടന്റെ വളരെ പ്രധാനപ്പെട്ട ഡിസ്ട്രോയർ ആണ് കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ നിന്നും പിൻവലിച്ചിരിക്കുന്നത്. കാരണം പറഞ്ഞത് അതിന്റെ മെയിൻ്റനൻസ് എന്ന് തന്നെയാണ്. ഹൂത്തികളുടെ മിസൈൽ ആക്രമണം കപ്പലിൽ 3 തവണ ഉണ്ടായി. അതിന്റെ പേരിൽ പല രൂപത്തിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാക്കാൻ വേണ്ടിയാണ് ബ്രിട്ടനിലേക്ക് തന്നെ പിൻവലിക്കുന്നത് എന്ന് ഔദ്യോഗികമായി ബ്രിട്ടൻ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹൂത്തികളുടെ മിസൈലുകൾ യുദ്ധക്കപ്പലുകൾക്ക് പോലും ഭീഷണിയാണ് എന്ന കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. എന്നാൽ ഈ മിസൈൽ ആക്രമണത്തിന്റെ അടിസ്ഥാനം തന്നെ ഇല്ലാതാക്കണം, അതിന്റെ അടിത്തറ തന്നെ ഇളക്കിക്കളയണം എന്ന രീതിയിലായിരുന്നു അമേരിക്കയും ബ്രിട്ടനും യമനിൽ വ്യോമാക്രമണം നടത്തിയത്. ഹൂത്തികളുടെ മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തു, അവരുടെ ലോഞ്ചറുകൾ അടിച്ചു തകർത്തു എന്നൊക്കെ വാർത്ത വന്നു. പക്ഷെ വാർത്തകൾ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ അത് പ്രചരിക്കുമ്പോഴേക്ക് ഹൂത്തികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന വാർത്തയാണ് പിന്നെ കേൾക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്തരം ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഹൂത്തികളുടെ മിസൈലുകൾ കപ്പലുകൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു എന്നതാണ് വസ്തുത. യമനിലെ ഈ പോരാളികളുടെ ആയുധങ്ങളെയോ ആയുധ സ്റ്റോറേജുകളെയോ തകർക്കുക എന്നത് പോസിബിളായ കാര്യമല്ല എന്ന് അമേരിക്കയും ബ്രിട്ടനും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം അന്താരാഷ്ട്ര കപ്പൽ കമ്പനിക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ലോക പോലീസിന് ഇപ്പോൾ ശക്തി കുറഞ്ഞു എന്ന് സ്വയം ബോധ്യപ്പെടുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തമായി ചിന്തിക്കാനും ഒരു ടെക്നോളജിയിൽ പുതിയ കാൽവെപ്പുകൾ നടത്താനും അറബ് രാഷ്ട്രങ്ങളെ അനുവദിക്കാതെ അവർക്ക് വെള്ളവും വെളിച്ചവും നൽകി അവർക്ക് ആയുധവും ടെക്നോളജിയും വാഗ്ദാനം ചെയ്ത് നിങ്ങൾ സ്വയം ചിന്തിച്ചു പോകരുത് എന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തി ആ അറബ് രാഷ്ട്രങ്ങൾക്ക് ഇന്നും തലവെക്കാൻ സാധിച്ചില്ല. വലിയ വലിയ ഉപരോധങ്ങൾക്ക് നടുവിലും സ്വയം കാഴ്ചപ്പാടുകളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും കടന്നുപോയ ഇറാൻ തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സ്മാർട്ടായി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഹൂത്തികളാണെങ്കിലും ഹിസ്ബുള്ളയാണെങ്കിലും ഏതൊക്കെ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന അവരുടെ പ്രോക്സികളായിട്ടുണ്ടോ അവരുടെ മിലിഷ്യകളായിട്ടുണ്ടോ അവരെല്ലാം ഇന്ന് സ്മാർട്ടായി എന്നാണ് അമേരിക്ക മനസ്സിലാക്കുന്നത്. അമേരിക്കയുടെ ആയുധങ്ങൾ ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിന് മറികടക്കാനുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇറാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയുള്ള ഏത് വ്യക്തികളെയും അവരുടെ GPS നോക്കി അവരെ ആക്രമിക്കാൻ കഴിയുന്ന ഇസ്രയേൽ എന്തുകൊണ്ട് ഹമാസിന്റെ പോരാളികൾ ഏത് ടണലിലാണെങ്കിലും അവരെ വാച്ച് ചെയ്യാൻ ഇസ്രയേലിന് സാധിക്കാത്തത്? അവിടെയാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ ഇത്തരം GPS മുഖേനയാണ് എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അതിനെ മറികടക്കാനുള്ള പുതിയ സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഗസയിൽ ഈ ഹമാസ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്രയേലിന്റെ ചാരക്കണ്ണുകളിലോ അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങൾക്ക് മുന്നിലോ ഈ ഹമാസിന്റെ
ശക്തിയോ വ്യക്തികളോ തെളിഞ്ഞു വരാത്തത് എന്നത് ഒരു വസ്തുതയാണ്. ഏതായാലും ടെക്നോളജികളിലെ മുന്നേറ്റങ്ങൾക്ക് ഭാഷയുടെയോ മതത്തിൻ്റെയോ ജാതിയുടെയോ വ്യത്യാസമില്ല. ആർക്കും ചിന്തിക്കാം, ഇവിടെ ഇസ്രയേലിന് വലിയ തലയെന്നോ അല്ലെങ്കിൽ അറബികൾക്ക് ചെറിയ തലയെന്നോ അല്ലെങ്കിൽ അറബികൾക്ക് വലിയതോ ഇസ്രയേലിന് ചെറിയതോ ആയ തലകളില്ല. പക്ഷെ അവരെയെല്ലാം ഒരു ഭാഗത്ത് അടക്കി നിർത്താൻ വേണ്ടി അമേരിക്കയും അതുപോലെ ഇസ്രയേലും ശ്രമിച്ചു. ആ ശ്രമങ്ങളിൽ നിന്ന് കൊതറി മാറിയ ഇറാന് കൂടുതൽ ചിന്തിക്കാനും ലോകത്ത് തന്നെ വൻ ശക്തികൾക്ക് വെല്ലുവിളിയാകും വിധമുള്ള ടെക്നോളജികൾ അവതരിപ്പിക്കാനും അവർക്കിന്ന് സാധിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, എന്തെല്ലാം പുതിയ ടെക്നോളജികൾ ഇറാന്റെ മുന്നിലുണ്ട് എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പ്രതിസന്ധി ഇറാൻ ചുറ്റുഭാഗത്തും ഇസ്രയേലിനും അമേരിക്കക്കും എതിരെ സൃഷ്ടിക്കുമ്പോഴും ഇറാന് നേരെ ഒരാക്രമണം നടത്താൻ അമേരിക്കക്കോ ഇസ്രയേലിനോ സാധിക്കാതെ പോകുന്നത്.